ഗൈസ്, എൻ്റെ ബാഗിൽ നിന്ന് എന്തൊക്കെ പൊന്തി വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പ്രീ പ്ലാൻഡ് സാധനം അല്ലാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അപ്പം ഞാനതിൻ്റെ ചെറിയ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണേണ്ടവർ അത് കണ്ടിട്ട് വരൂ. പിന്നെ ഇനി നമുക്ക് എടുക്കാനുള്ളത് എൻ്റെ വാലറ്റാണ്. വാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വാലറ്റാണ്. ഈ വാലറ്റ് കണ്ടിട്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, നീ ഇത്ര പഴഞ്ചനാണോ? ഈ വാലറ്റ് ഉപയോഗിക്കുന്നവരൊക്കെ പഴഞ്ചനാണോ ഗൈസ്? ഇതിലൊരുപാട് സ്പേസ് ഉണ്ട്. ബ്രാൻഡ് കോൺഷ്യസ് മാത്രം ആയതുകൊണ്ട് കാര്യമില്ല, സ്പേസ് കോൺഷ്യസ് കൂടെ ആവണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. എൻ്റെ കുറേ ചില്ലറകൾ, കുറേ കുഞ്ഞി മറ്റേ എന്താ പറയുക, റെസീപ്റ്റ്സ്, ടിക്കറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിന്ന് ഞാൻ കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ച സാധനങ്ങളാണിത്. ഇത് ഞാനാണ്, പക്ഷേ ഇതിലെൻ്റെ വേറെയും കുറേ ആൾക്കാരുണ്ട്, ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസ് ക്യാരി ചെയ്യേണ്ട. ഇതൊക്കെ ഞാൻ ഇതിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാണ്. ഇതൊക്കെ ബില്ലുകളാണ്. ഓരോ കാര്യത്തിൻ്റെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ബാറ്ററി ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കുറേ ബില്ലുകളാണ്. പിന്നെ എൻ്റെ കാർഡ്സാണ് ഇതൊക്കെ. പാൻ കാർഡ്, ആധാർ കാർഡ്. അയ്യോ, ആധാർ കാർഡ് ഇതിലില്ല, പാൻ കാർഡുണ്ട്. പിന്നെ ഞാൻ അഡ്വക്കേറ്റാണ്, അപ്പം അഡ്വക്കേറ്റ് കാർഡുണ്ട്. ഞാൻ അഡ്വക്കേറ്റാണെന്ന് നിങ്ങളെയൊക്കെ അറിയിച്ചതല്ല കേട്ടോ, ചെറിയൊരു പ്രൊമോഷൻ, സെൽഫ് പ്രൊമോഷൻ. ഇതാ എൻ്റെ അഡ്വക്കേറ്റ് കാർഡ്, പിന്നെ എൻ്റെ പാൻ കാർഡും. രണ്ടിലും സെയിം പിക്കാണ്ട് കാണിക്കുന്നില്ല. പിന്നെ ഇതിൽ തന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ് ടിഷ്യൂ. പിന്നെ ഇതിലേക്ക് തന്നെ എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നീട് എനിക്കതൊരു വിനയായി മാറും. ഞാൻ എൻ്റെ അമ്മ കൊല്ലുവേ. പിന്നെ എൻ്റെ SBIൻ്റെ കാർഡ്സ് അത്. അപ്പം വാലറ്റിൽ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ വാലറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഇത് നിവ്യയുടെ പേൾ ആൻഡ് ബ്യൂട്ടി ഡിയോഡ്രൻ്റ് ആണ്. ഇതൊക്കെ എപ്പോഴാണ് യൂസ്ഫുൾ ആവാന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് കയറി ഓരോ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ നമ്മൾ ആകെ സ്വെറ്റി ആയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ വെച്ചാൽ ഇത് യൂസ് ചെയ്യാം. കാരണം പെർഫ്യൂം ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പെൻ യൂസ്ഫുൾ ആവാത്ത ആരും ഇല്ലല്ലോ, പെന്ന് വേണം. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത് ചില്ലറക്കാരനല്ല. നമ്മുടെ ബാഗിൽ ആവശ്യമുള്ള സമയത്ത് നമ്മൾ തപ്പുമ്പം ഈ സാധനം കാണുകയില്ല. സോ ഉപയോഗമാണ്. സൺസ്ക്രീൻ വെരി യൂസ്ഫുൾ. അതില്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ. സൺസ്ക്രീൻ എപ്പോഴും നമ്മുടെ ബാഗിൽ വേണം കേട്ടോ. ടിഷ്യൂ. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്, നമുക്കിതൊക്കെ ഇവിടെ വയ്ക്കാം, കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് തീർന്നു പോകും. അപ്പം ഇതൊക്കെ നമുക്ക് ബാക്കിൽ വെക്കാം. ബുക്സൊക്കെ ബാക്കിൽ വെക്കാം കേട്ടോ. ബുക്കൊക്കെ ഞാൻ ആദ്യം ഇട്ട ഷോർട്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും പിന്നീട് കാണിക്കണ്ടല്ലോ. ഓക്കെ. പിന്നെ ഉള്ളത് ഒരു ബോട്ടിലാണ്. ഇത് കാലി ബോട്ടിലാണ്. വെള്ളം കൊണ്ടുപോകുന്ന ശീലമൊന്നും എനിക്കില്ല, അതെവിടെ പോകുമ്പോഴും ഇല്ല. സ്കൂളിൽ പോകുമ്പോൾ പോലും ഞാൻ വെള്ളം കൊണ്ടുപോകാറില്ലായിരുന്നു. കോളേജിൽ പോകുമ്പോൾ ഒട്ടും കൊണ്ടുപോകാറില്ലായിരുന്നു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ദാഹിക്കുമ്പോൾ ഇതുപോലത്തെ ബോട്ടിൽസ് വാങ്ങിക്കും. ടിഷ്യൂ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടിഷ്യൂ. ഞാൻ കുറച്ച് സെൻറ്റിമെൻ്റൽ പേഴ്സണാണ്. ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ എവിടെയും വലിച്ചെറിഞ്ഞിട്ട് പോരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു പ്രകൃതി സ്നേഹം കൂടിയാണ്. മാസ്ക് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സാധനം ഇല്ലാതെ ഒരു ടൈമിൽ പുറത്തേ പോലായിരുന്നു. പുറത്ത് പോയാൽ തന്നെ ഇത് അഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനത്തെ ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്, അവളെങ്ങനെയാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, മറ്റേ പല സെലിബ്രിറ്റീസ് ഇങ്ങനെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഒരുപാട് കീ ഒക്കെ കാണിക്കുമ്പോൾ ഹൗസ് കീ, കാർ കീ, അങ്ങനത്തെ ഒക്കെ ഓരോ കീസ് കാണിക്കുമ്പോൾ എന്നാണാവോ എനിക്കിതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കണ്ടാൽ തന്നെ അറിയാം പഴയ കീ അല്ലേ. ഇത് എൻ്റെ ലോക്കറിൻ്റെ കീ ആണ്. നെസ്റ്റോൻ്റെ ഒരു റെസീപ്റ്റ് ഉണ്ട്.
ബിൽ. ഇതൊക്കെ നമുക്ക് ബാക്കിൽ വെക്കാം. ബാക്കിൽ കുറേ സ്ഥലമുണ്ട്. ബെഡാണ് ഇത്. എന്തിൻ്റെ ഒരു ഇൻവോയ്സാണ്. ഇത് എവിടെയോ പ്രൈം സ്കിൻ ആൻഡ് ഹെയർ ലേസർ ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്യാൻ പോയപ്പം അവിടുന്ന് തന്ന ഒരു ഇൻവോയ്സ്. പിന്നെ ഇതെന്തോ ഒരു അപ്പോൾ ഒരു റോ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത റോയിലേക്ക് കിടക്കാം. ഒരു റോ ഫിനിഷായി, അടുത്ത റോയിൽ പോവാം. ഇതിൽ ടിഷ്യൂ ഇതൊക്കെ യൂസ്ഫുൾ അല്ലേ? യൂസ്ഫുൾ ആവാത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ ഇതിലെന്താ ഇപ്പം എത്ര യൂസ്ഫുൾ എന്നാണോ? ഇത് റോസ് വിമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബെല്ലാവിഡ പെർഫ്യൂംസ് ആണ്. നല്ലതാ. ഇത് അൽസബായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറെ റോളോണാണ്. ഇത് എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന. എഗെയിൻ ഒരു നെസ്റ്റോൻ്റെ ബില്ലുണ്ട്. ഫോൺ പേ ബിൽ. ഇതൊരു ഇതെൻ്റെ അല്ല, അതുകൊണ്ട് എനിക്കിതെന്താ ചെയ്യേണ്ട അറിഞ്ഞൂടാ. ഇത് എൻ്റെ അല്ല, ഇത് ആരുടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ ആരുടെയും കട്ടെടുത്തൊന്നും അല്ല കേട്ടോ, അതെൻ്റെ അല്ല. ഇത് അച്ഛൻ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത് യൂസ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടാകുമ്പം ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഉള്ളത് ടിഷ്യൂ ആണ്, ഉപയോഗിച്ച ടിഷ്യൂ ആണേ. ഫോൺ പേൻ്റെ ബില്ല്. ഒരു ഡീപ്പ് മോയ്സ്ചറൈസറാണ് ഡോവിൻ്റെ. ഇത് ഭയങ്കര നല്ലതാണ്. ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്കല്ല, എനിക്ക് പലർക്കും അതിഷ്ടമല്ല, എനിക്കിതിഷ്ടമാണ്. ഇത് കളയാൻ വെച്ചൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. എനിക്കൊന്നും കളയാൻ തോന്നില്ല. സകലമാന സാധനങ്ങളും എൻ്റെ ഈ ബാഗിലുണ്ടാവും. അത് തന്നെയാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത്, എന്താണ് ഇത്രയും വലിയ ബാഗ് കൊണ്ടുവന്നത്? എൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കളയില്ല, ഒക്കെ എൻ്റെ ഈ ബാഗിൽ തന്നെ ഉണ്ടാവും. അപ്പം ഇനിയും ഉണ്ട് സാധനങ്ങൾ. ഇതൊരു ക്രാബാണ്. പെട്ടെന്നായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് മുടി ഇങ്ങനെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടോ. എൻ്റെ മുടി എനിക്ക് ഒരിക്കലും മര്യാദയ്ക്ക് നിന്നൊരു ചരിത്രമില്ല. ഇപ്പോഴും മര്യാദയ്ക്കല്ല നിൽക്കുന്നത്, ഞാൻ കെട്ടിവെച്ചാണ് ചൂടുകൊണ്ട്. ഇതൊരു ഡോവിൻ്റെ റോളോണാണ്. ഇത് ഒരു പ്ലംപ് ലിപ്പ് ബട്ടർ സുഡിയോന്ന് വാങ്ങിച്ചാൽ. ഞാൻ സുഡിയോന്ന് ഓരോ ലിപ്സ്റ്റിക്സും മേടിക്കാറില്ല. ഞാൻ സുഡിയോക്കാരെ പ്രൊമോട്ട് ചെയ്യേയില്ല. അവർ ഇങ്ങനെ ആളുകളെടുത്ത് ഉപയോഗിക്കുമ്പം ജസ്റ്റ് കയ്യിലിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ. അവിടെ വന്നിട്ട് ഇങ്ങനെ ലിപ്സിനകത്ത് ഇട്ടിട്ട് അത് പിന്നെയും ആളുകൾ വന്ന് അത് യൂസ് ചെയ്യുന്നു, പിന്നെയും യൂസ് ചെയ്യുന്നു. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് ഞാൻ മേടിക്കാൻ കാരണം എൻ്റെ ഫുൾ കളക്ഷൻസും തീർന്നു. എൻ്റെ ലിപ്സ്റ്റിക്സൊക്കെ തീർന്ന സമയത്ത് വേറൊരു നിവൃത്തിയില്ലാതെ ഞാൻ പോയി മേടിച്ചതാണ്. എൻ്റെ ആ സമയത്ത് വേറെയും ഒരുപാട് ക്യാഷൊന്നും ഉണ്ടായില്ല. അപ്പം 149 എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയപ്പം മേടിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും അവിടെ പോവില്ല ലിപ്സ്റ്റിക്സ് മേടിക്കാൻ. അല്ലാതെ ഡ്രസ്സിനൊക്കെ പറ്റിയ നല്ല ഓഫേഴ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതൊക്കെ അകത്തേക്ക് തന്നെ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതിപ്പം എനിക്കൊരു ബുദ്ധിമുട്ടാവും. അകത്തോട്ട് തന്നെ വെക്കാം. കഴിഞ്ഞു. അപ്പം നമുക്ക് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ 2 മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വേറെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനല്ല അവർ ഇങ്ങനെ ഫസ്റ്റ് എയ്ഡൊക്കെ ബാഗിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് അതിനോടൊരു താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാറില്ല. ഇത് ഞാനൊരു ദിവസം വണ്ടിയിൽ നിന്ന് വീണ സമയത്ത് ഈസ്റ്റേൺ ഓർത്തോയിൽ കാണിക്കാൻ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ കാണിക്കാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു കാർഡ് കിട്ടും. അതാണ്. എഗെയിൻ നെസ്റ്റോൻ്റെ ബില്ലാണ്. നെസ്റ്റോയിൽ എന്തിനാണ് പോകുന്നത്? ഓഫറുള്ളതുകൊണ്ടല്ലേ നമ്മൾ നെസ്റ്റോയിൽ പോകുന്നത്. പക്ഷെ ഞാൻ ഓഫറുള്ളതുകൊണ്ടല്ല പോകുന്നത്. അവിടുത്തെ എനിക്ക് അവിടുത്തെ ഭയങ്കര ടേസ്റ്റ് തോന്നാറുണ്ട് നെസ്റ്റോൻ്റെ, അതുകൊണ്ടാണ്. ഓഫറുള്ളതുകൊണ്ടല്ല കേട്ടോ. ഇത് എന്നോ വാങ്ങിച്ച ലിപ്സ്റ്റിക്സ് ആണ്. ഇതൊക്കെ കളയാനായി, കണ്ടെത്താൻ അറിയില്ലേ, തീർന്നു പോയിട്ടുണ്ട്. ഇത് മാൾസിൻ്റെ ഒരു ലിപ് ക്രയോണാണ്. ഞാൻ വേറൊന്നും ഇടാറില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ലിപ്സ്റ്റിക്സ് മാത്രമാണ് എൻ്റെ ഈ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം. പെൻ
ഒരു ഇതൊക്കെ ഞാൻ എങ്ങനെ കാണിക്കും? അത് പോയില്ല ഇവിടെ നിന്ന്. പോയി. ഏതോ കാലത്ത് ഞാൻ വെച്ച കമ്മലാണ്. ഇതെന്താണ്? ഇത് കായവൃത്തമല്ലേ? ഇതൊക്കെ എങ്ങനെ എൻ്റെ ബാഗിൽ? എനിക്കറിയില്ല അതൊക്കെ എങ്ങനെയാന്ന്. കുറേ ഉണ്ട്, പൊടി. ഞാൻ എവിടുന്നോ പെറുക്കി എൻ്റെ ബാഗിൽ ഇട്ടതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടില്ലേ, വൃത്തിയാക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗിലുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് തിരിച്ചിടാം. അപ്പം അതത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു സ്പേസും കൂടെ കാണിക്കാനായിട്ടുള്ളൂ. ഫ്രണ്ടിലൊരു ഇങ്ങനെ ക്രോസ് ആയിട്ടൊരു സെക്ഷനുണ്ട്, അവിടെയും കൂടെ കാണിക്കാം. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ ഇവിടെ കയ്യിൽ 10 പൈസ ഇല്ലല്ലോ എന്ന്? ഉണ്ട്. എൻ്റെ കയ്യിൽ 20 റുപ്പീസ് ഉണ്ട്. ആരും എന്നെ കളിയാക്കൊന്നും ചെയ്യരുത്. ഇത് എനിക്ക് വളരെ വാല്യുബിളാണ്. ദൈവം. നെക്സ്റ്റ് ഒരു ഞാൻ പൈസക്കാരിയാണ് ഗൈസ്. ഒരു 10 രൂപയും കൂടെ എങ്ങനെയോ എൻ്റെ ബാഗിൽ വന്നിട്ടുണ്ട്. അതവിടെ വെക്കാം. ഒരു ടിഷ്യൂ. കോപ്പിക്കോ ഇഷ്ടം ഇല്ലാത്തവരുണ്ടോ എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലൊക്കെ എൻ്റെ ബാഗിലുണ്ടാവും. ടിഷ്യൂ. ഇത് ഒരു തവണ ലൈഫ് സ്റ്റൈലാണോ അതോ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പം, എൻ്റെ ഷെയ്ഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് അവർ വൈപ്പ് ചെയ്യാൻ തന്നൊരു സംഭവമാണത്. നിങ്ങളിങ്ങനെ, ഇതെൻ്റെ റിങ്ങാണ്. ഞാൻ എപ്പോഴും ഇടാൻ മറന്നു, ഇപ്പം ഞാൻ ഇട്ടു. നല്ല റിങ്ങാണ്, റോസ് ഗോൾഡ്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെക്കാറുണ്ടോ? ഞാൻ ചെയ്ത് വെക്കും. എനിക്ക് എപ്പോഴൊക്കെയാണ് പിൻ ആവശ്യമുള്ളതെന്ന് അറിയില്ല. അപ്പം അത് ഞാൻ വെക്കും. ഇത് എനിക്ക് പഠിപ്പിച്ച് തന്ന ആൾ എൻ്റെ ഒരു ആൻറ്റിയാണ്. ഇവിടുത്തെ ആൻറ്റിയല്ല, സോറി, എൻ്റെ വീട്ടിൽ നിന്നുള്ള ആരുമല്ല, പുറമെ ഒരു ആൻറ്റിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നല്ല. അവർ പറയും ഇങ്ങനെ വെക്കുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്. ഈ സാധനം പിന്നെ അല്ലാത്തപ്പോൾ ഒക്കെ കളഞ്ഞു പോകില്ലേ, നമ്മളെ കയ്യിൽ നിന്ന് കളഞ്ഞു പോലെ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് എടുത്താൽ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റി എനിക്കിതുപോലെ കാണിച്ചതാണ്. വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു ടിഷ്യൂവിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക, അത്രയും. ഞാൻ നോട്ട് മാത്രമല്ല ചില്ലറകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണ്. ചില്ലറക്കാരിയല്ല, മനസ്സിലായില്ലേ? അല്ല, ചില്ലറക്കാരിയാണ്. എന്തൊക്കെയോ അല്ലേ, ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ്, നിങ്ങൾ ക്ഷമിക്കണം. കഴിഞ്ഞു എൻ്റെ. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഈ ടിഷ്യൂ എന്നുള്ള സാധനം നിങ്ങൾ ഇതിനകത്ത് എന്താ ഇതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ടിഷ്യൂ നിങ്ങൾ ഉറപ്പായിട്ടും ക്യാരി ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ അതുപോലെ ബില്ലുകളുടെ കാര്യം എനിക്കറിയില്ല. എനിക്കിതിലും പ്രധാനമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുള്ളത്, ഓഫ് കോഴ്സ് ടിഷ്യൂ, അതെനിക്ക് പ്രധാനമായിട്ട് വേണം. പിന്നെ എനിക്ക് ഈ മോയ്സ്ചറൈസർ എനിക്ക് നിർബന്ധമാണ്, കാരണം ഇതില്ലാതെ എനിക്ക് പറ്റില്ല. എനിക്കിത് വേണം. പിന്നെ അതുപോലെ പെൻ ആൻഡ് ഈ ഒരു ബുക്ക്, ഇതെനിക്ക് മസ്റ്റാണ്. എവിടെ പോകുമ്പോഴും ഞാനിത് കൊണ്ടുപോകും, എന്തെങ്കിലും ഒരു കാര്യം എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് വേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സൺസ്ക്രീൻ. ഇത് ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും. പിന്നെ ഈ ഒരു പിന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പിൻ എനിക്ക് മസ്റ്റാണ്. എപ്പോഴെങ്കിലും എനിക്ക് ഡ്രസ്സ് പണി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്ന് കൊണ്ടുപോകും. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ പൈസ എൻ്റെ കയ്യിലുണ്ടാവും എപ്പോഴും. ബാക്കിയൊക്കെ ഇപ്പോൾ ഗൂഗിൾ പേ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ 50, 100, 20, 10 അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ വെച്ചേക്കും ഞാൻ. അപ്പോൾ അത്. പിന്നെ ഒരു ചോക്ലേറ്റ്, അത് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ബാഗിലൊരു ചോക്ലേറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്. പിന്നെ ഈ കീയും മാസ്കും എനിക്ക് നിർബന്ധമാണ്. ഞാനത് എവിടെ പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട്, വീട്ടിൽ വയ്ക്കാറില്ല. കീ മാസ്കും ഞാൻ കൊണ്ടുപോകും. പിന്നെ ഈ ഒരു ഡിയോഡ്രൻറ്റും ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇതിൽ വലിയ എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, പറയാൻ വിട്ടുപോയതല്ല, കാണിക്കാനും വിട്ടുപോയതല്ല, എല്ലാം കാണിച്ചല്ലോ. ഇത്രയൊക്കെയാണ് ഉള്ളത്.
ഇനി ഇതിൽ വയ്ക്കാത്ത കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നേ ഉള്ളൂ. അല്ലാതൊക്കെ ഇതിനുള്ളിൽ എല്ലാത്തിനും നമ്മുടെ ഈ സുന്ദരക്കുട്ടൻ ബാഗില്ലേ അല്ലേ. അപ്പം ഇത് കേട്ടോ, ഇത് അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ വാലറ്റും, ഇതാണ് എൻ്റെ മെയിൻ. ഇതും എവിടെ പോകുമ്പോഴും കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതെൻ്റെ വെരി ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് യൂട്യൂബിൽ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം, അതായത് ഇന്ന കണ്ടൻറ്റ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു കോമെൻറ്റ്. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ബൈ.